ഫൈനൽ പെർഫെക്റ്റ്, ആത്യന്തികമായി പൂർണ്ണമായ നിവൃത്തി എന്ന് പറയുന്നത് എന്തല്ല, എപ്പോഴല്ല? അവൻ്റെ വിധിയുടെ അല്ലെങ്കിൽ വിചാരണയുടെ സമയത്തല്ല. അതിനുശേഷം യേശു കർത്താവിനെ ചാട്ടവാറ് കൊണ്ടടിച്ചു, ഒന്നുകൂടെ 40 അടി ചാട്ടവാറ് കൊണ്ടടിച്ചു. അവൻ്റെ ശരീരം മുഴവുചാലുകൾ പോലെ കീറി, നമുക്കറിയാം. ആ അടിയെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞോ സകലതും നിവൃത്തിയായി എന്ന്? ഇല്ല. കാരണം അവിടെയും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ല. അവൻ കാൽവറി ക്രൂശിൽ ആണിയടിക്കപ്പെട്ട സമയത്തും എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പ് അവൻ പറയുകയാണെന്ത്? ഇതാ സകലതും നിവൃത്തിയായി. എന്താണ് അതിൻ്റെ അർത്ഥം? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് അവൻ്റെ കഷ്ടപ്പാടുകൾ അപ്രധാനമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ്റെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവൻ്റെ പ്രാണൻ നമുക്ക് പകരമായി വെച്ചു കൊടുത്ത് മരണമേറ്റെടുക്കുമ്പോഴാണ് നിവൃത്തിയായി എന്ന വാക്കിൻ്റെ പ്രസക്തി പൂർണ്ണമാകുന്നത്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്. അത് പൂർണ്ണമായി തീർന്നു. യേശുവിൻ്റെ മരണത്തോടെയാണ് എല്ലാം നിവൃത്തിയാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിവൃത്തിയായി എന്നുള്ള ആ ഒരു ആശയം വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങളിലെങ്കിലും കാണുന്നുണ്ട്. ഒന്നാമത് നമ്മളിത് കാണുന്നത് സൃഷ്ടിയുടെ വിവരണത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സൃഷ്ടി കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം ദൈവം നിവൃത്തനായി. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ദ വർക്ക് ഓഫ് ക്രിയേഷൻ, ഇറ്റ് വാസ് ഫിനിഷ്ഡ്. സൃഷ്ടിയിലെ പ്രവൃത്തി എന്തായി? നിവൃത്തിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിവൃത്തിയായി. രണ്ടാമത് യേശു കർത്താവ് പറയുന്നതാണ് നിവൃത്തിയായി. എന്താണ്? സൃഷ്ടിയിൽ പാപം പ്രവേശിച്ച് കഴിഞ്ഞിട്ട് പാപത്തിൻ്റെ വീണ്ടെടുപ്പ് എന്തായിത്തീരുകയാണ്? യേശുവിൻ്റെ മരണത്തിലൂടെ നിവൃത്തിയാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ നിവൃത്തിയാണ് കാണുന്നതെങ്കിൽ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് വീണ്ടെടുപ്പിൻ്റെ നിവൃത്തിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു സൃഷ്ടിയുടെ നിവൃത്തിയാണ്, പൂർത്തീകരണമാണ്. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം പൂർത്തീകരിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. എന്നാൽ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് വീണ്ടെടുപ്പിൻ്റെ നിവൃത്തിയാണ്. പിന്നീട് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും, യോഹന്നാൻ അവൻ്റെ ദർശനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് അവൻ കാണുന്ന കാഴ്ച എന്നാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ബാക്കിയുള്ളതെല്ലാം ഇല്ലാതെയായെന്നാണ് പറയുന്നത്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതാണ് അടുത്ത നിവൃത്തി, വരാൻ പോകുന്ന നിവൃത്തി എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ നിവൃത്തിക്ക് ശേഷം ദൈവം വിശ്രമിച്ചു, അല്ലെങ്കിൽ അവൻ സ്വസ്ഥനായി. സ്വസ്ഥനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങിയെന്നല്ല അർത്ഥം. അതൊരു ഭയങ്കര സെലിബ്രേഷനെ കുറിച്ചാണ് പറയുന്നത്. സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബത്ത് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതിരിക്കുക എന്നാണെന്ന് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ശബത്ത് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതിരിക്കുക എന്നല്ല ദൈവം മനസ്സിലാക്കിയിരുന്നത്. 7-ാം ദിവസം ദൈവം, നിങ്ങളാരും ചിന്തിക്കരുത് കർത്താവ് ആകെപ്പാടെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയെന്ന്, 6 ദിവസം പണിയെടുത്ത് വെച്ച് അല്ല. 7-ാമത്തെ ദിവസം മനുഷ്യനാണല്ലോ 6-ാമത്തെ ദിവസം അവസാനം സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യ സൃഷ്ടിയാണ് അവസാനത്തെ സൃഷ്ടി. 6-ാമത്തെ ദിവസം തന്നെയാണ് മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് 7-ാമത്തെ ദിവസം, അതാണ് ശബത്ത് ദിവസം. ദൈവം തൻ്റെ സൃഷ്ടിയുടെ 7-ാമത്തെ ദിവസം മനുഷ്യൻ്റെ 1-ാമത്തെ ദിവസമാണ്. ദൈവം എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്ന് മനുഷ്യനെന്തോ ചെയ്യായിരുന്നു? ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. ദൈവം തൻ്റെ സൃഷ്ടിയിൽ മകുടമായ തൻ്റെ മകനാക്കി ദൈവം നിയമിച്ച ആദാമിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സൃഷ്ടിയെല്ലാം കൊണ്ട് കാണിച്ചു. ഒരു വലിയ സെലിബ്രേഷനാണ്, ഒരു ആഘോഷം. പിതാവായ ദൈവവും മകനായ ആദമും ഒരുമിച്ച് ഒരാഘോഷം. അതാണ് വാസ്തവത്തിൽ ശബത്ത് എന്ന് പറയുന്നത്. ശബത്ത് എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ്. പുസ്തകം 23-ാം അധ്യായത്തിൽ ശബത്തിനെ കുറിച്ച് പറയുന്നത് യഹോവയുടെ ഉത്സവങ്ങളുടെ കൂട്ടത്തിലാണ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. പക്ഷേ ഈ സെലിബ്രേഷൻ പിന്നീട് പൂർണ്ണമായ തോതിൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെയും നടന്നില്ല. ഈ സെലിബ്രേഷൻ പാപത്തോടുകൂടെ എന്താണ് നഷ്ടമായി. ശബത്ത് അനുഭവം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു നിഴൽ മാത്രമായിരുന്നു, ഒരു നിഴൽ.
സകലതും വരുവാനുള്ളതിൻ്റെ നിഴലായിരുന്നു. വീണ്ടും അതിൻ്റെ പൊരുളായി വരുന്നത് വീണ്ടെടുപ്പ് എന്ന ആ പ്രക്രിയയിലൂടെയാണ് വീണ്ടും ഈ ശബത്ത് അനുഭവം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് നടന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ ജീസസ് ഡൈഡ് ഓൺ എ ക്രോസ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ. അതുകൊണ്ടാണ് നിവൃത്തിയായി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സമയത്തും നിവൃത്തിയായി എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ നേരത്തുമാണ്. എന്നാൽ ഈ ശബത്തനുഭവത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ ലോകത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് പറയുമ്പോൾ ആദ്യം അവൻ സൃഷ്ടി പൂർത്തിയാക്കി, രണ്ടാമത് അവൻ വീണ്ടെടുപ്പ് പൂർത്തിയാക്കി, മൂന്നാമത് ദൈവത്തോടു കൂടെ സഹവസിക്കുന്ന ശബത്തനുഭവത്തിൻ്റെ പൂർത്തീകരണം. ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. God has created us, He has redeemed us, and we are yet to be transformed into His own image. അവസാനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ദൈവികതയിൽ നമ്മൾ പൂർത്തീകരണത്തിലേക്ക്, തേജസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരനുഭവം. നിവൃത്തിയായി. 5-ാമത്തെ ഭാഗത്ത് നമ്മൾ വിളിച്ച് യേശു നമുക്ക് വേണ്ടി ദാഹിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, ആർക്ക് വേണ്ടി ദാഹിക്കുന്നു? ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി. കാര്യം അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. നമുക്ക് അവിടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ.